ആർക്കൊരു അപകടവും വരുത്തല്ലേ ഈശ്വര. നിനക്ക് എന്തിന്റെ കാടാ? അത് അമ്പലമൊന്നല്ല, കല്യാണ മണ്ഡപാ. ആണോ? അയ്യോ, എനിക്കെന്നറിയാം, ഞാൻ ദൈവത്തിന്റെ പടം കണ്ട് പൈസ ഇട്ടു കടമ തീർത്തു. കഷ്ടം. എന്താ ഇത്? അരി? അതെനിക്ക് മനസ്സിലായി. അരി കഴിയാതെയാണ് അടുപ്പത്തിരുന്നത്. ഞാൻ കരുതിയത് പോയി കഴിയിട്ടു അടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടെ. നിനക്ക് എന്താണ്ടി വല്ല ഭ്രാന്ത് പിടിച്ചാ? കൊണ്ടാടി പോടി. നീ ഇനി അടുക്കള കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി. എന്തോ ഒരു പരവേശം, ഇതൊരു ഉരുണ്ട് കയറുന്ന പോലെ പരവേശം. അയ്യോ മേഡം, AC ഇടണമാ? ലേശം ഈ സൈഡില് കേട്ടിട്ടുണ്ടേ. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴെന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അപ്പോഴെന്നെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. എന്റെ അടുത്ത് നിന്റെ ഉടായ്പ പരിപാടി എടുക്കരുത്. ടീച്ചറിന് പെൻഷൻ വാങ്ങിച്ചു കുമ്പളപ്പം ചുട്ട് പൊതിച്ചോറായിട്ട് നടന്നാൽ മതിയല്ലോ. എനിക്ക് അരി മേടിക്കണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ചാവണം. ഇത്രയും ബുദ്ധിമുട്ട് തനിക്കുണ്ടെന്ന് അറിയാവല്ലോ. എന്നാ പിന്നെ കോടതി വന്ന് ഞാനിങ്ങനെ ഒന്ന് ചെയ്തു പോയി എന്നങ്ങ് സമ്മതിച്ചാ പോരെ? അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. മണിയെ, അടുത്ത ഹിയറിംഗിന് നീ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം കേട്ടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെന്ന്? വൈഫുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. வணக்கம். வணக்கம். எதுக்கு இப்ப பல்படி விளம்பரம் மாதிரி பல்ல காமிச்சின்னு வாய் மூடுங்க. சரி சரி, சிரிக்க வேணாம்ல? சிரிக்க வேணாம், வாய் ஒரு இடத்துல நிக்குதான்னு பாருங்க. வணக்கம். ஆக்ஷன் 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 வணக்கம். ஆக்ஷன் வணக்கம். ஆக்ஷன். This is potato. அப்புறம் Potato. அப்புறம் Potato. இந்த potato. அதுக்கப்புறம் potato. இது பொட்டேட்டோ பொட்டோ பொட்டோ பொட்டோ. இது பொட்டேட்டோ இல்லாம பின்ன டொயோட்டோ காரா 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 இல்ல காரா காரா. எக்ஸ்கியூஸ் மீ, இது வந்துறேன். என்னக்கா? டேய், என்னடா பிரச்சனை? இன்னும் வெல்கம்மே தான்ல 3 கேஸ் தீர்ந்து போச்சு. குனிஞ்சு குனிஞ்சு என் கழுத்தா வலிக்குது. அக்கா என்னக்கா? இல்ல இல்ல, இவர் ரொம்ப சத்தம் போட்டு பேசுறாரு, எனக்கு திக்கு திக்குன்னுது. ஸ்டார்டிங் தான் கொஞ்சம் ப்ராப்ளமா இருக்கு. பிகினிங் மட்டும் சொல்லி கூட அப்புறம் நான் டக்கு டக்குன்னு சொல்லிடுறேன். എന്റെ സെലക്ഷൻ എപ്പോഴും വെരി ഗുഡാ. അമ്മയുടെ സെലക്ഷൻ മുറ്റത്തോടെ എല്ലാരും ചീത്തയും പറഞ്ഞ് അങ്ങോട്ടും ഇവിടെ നടപ്പുണ്ട്. എന്താ ടീച്ചറിനെ പറ്റി പറഞ്ഞേ? എനിക്ക് മാച്ചല്ലെന്നല്ലാതെ ഞാൻ നോക്കിയിട്ട് ആ മനുഷ്യന്റെ വേറെ യാതൊരു കുറവും കാണുന്നില്ല. ഓ, എങ്ങനെ അങ്ങനെ എന്താ കുട്ടി? കുട്ടിയോ? കൈയെടുത്തേ. എങ്ങോട്ട് പോവാ? ഇത് പോലീസ് സ്റ്റേഷനാ. എന്നാ ഞാൻ ഇതിന്റെ ആകൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ. കേറി കാണാനോ? കേറി കാണാൻ എന്താ കാഴ്ച ബംഗ്ലാവാ? നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. കൈയെടുത്തേ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്തുവാ ഭയങ്കര ശല്യമായിരിക്കും. എന്താ എന്താ സാറേ ഈ കുട്ടി? അതെ, എന്റെ മോളാ. എന്താ? ഒന്നുമില്ല സാർ. എന്റെ മോൻ തരിക്കണം. എന്റെ ചന്ദ്രിക, നിനക്ക് ഇത്ര അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ണെന്നെങ്കിൽ ഉണ്ണാൻ നോക്ക്, എനിക്ക് പോണം. ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളൂ. ഏതാ ചാക്കോന്തൻ? ഇത് തന്നെയാണോ വീട്? നീ വീട് മാറി കയറിയെന്ന് പറഞ്ഞ അകത്താകണ്ട. ചിലപ്പോ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കും. നാട് കണ്ടപ്പോഴേ തോന്നി. നമസ്കാരം. നമസ്കാരം. അയ്യോ, പിരിവാരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അപ്പൊ പിരിവാരല്ല, ശ്രീനിവാസൻ. അയ്യോ, ഞാനല്ല. നിങ്ങളല്ല, ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ശ്രീനിവാസൻ പറഞ്ഞോ? ശ്രീനിവാസൻ പറഞ്ഞില്ല. എന്താ പോലീസ്? പരമേശ്വരൻ സാർ. പരമേശ്വരൻ സാറ്. പരമേശ്വരൻ സാർ എന്റെ അച്ഛൻ. എന്താ കാര്യം? അച്ഛനാണല്ലേ? അച്ഛൻ സാറ് പറഞ്ഞു. അയ്യോ, കയറി ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം. വലിയ ഉപകാരം. എന്റെ അപ്പോ അയ്യോ, ഏതാടി പെണ്ണ്? എടാ, ഇനി അവന്റെ കല്യാണം മറ്റു കഴിഞ്ഞു കാണൂ. ഇനി വല്ല സ്റ്റെപ്പിന് പറ്റുവാണോ? ആർക്കറിയാം. എന്തായാലും അവന്റെ സമയം കൊള്ളാം. നല്ല അസല് പെണ്ണ്. അമ്മൂമ്മേ, അച്ചപ്പം അമ്മൂമ്മക്ക് താടാ തരൂല. എന്താടാ നീ അമ്മൂമ്മയോട് പറഞ്ഞത്? തരൂലെന്ന്. അമ്മൂമ്മയോട് തരൂലെന്ന് പറഞ്ഞോ? ഇനി മേലിൽ നീ അമ്മൂമ്മയോട് തരൂലെന്ന് പറയോടാ. കണ്ടോ എന്റെ ഭാര്യയ്ക്ക് എന്റെ അമ്മയോടുള്ള സ്നേഹം? തരൂലെന്ന് അങ്ങനെയല്ല പറയേണ്ടത്, തരില്ല.
അല്ലെങ്കിൽ തരത്തില്ല. ആരാ ഇവള്? യക്ഷി, മലമ്പുഴ യക്ഷി. മലമ്പുഴ യക്ഷിയെ മനസ്സിലായി. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന യക്ഷി ആരാ? നമ്മുടെ എവളാ തൃശ്ശൂര് മായയുടെ കല്യാണത്തിന് വന്നപ്പോ രണ്ടുപേരും കൂടെ മൂലയ്ക്ക് നിന്ന് കുശുവെച്ചിക്കുന്ന കണ്ടതാ. അന്നേ എവളെ ഞാൻ എന്റെ രത്നം പുറത്ത് ആളുകൾ കേൾക്കും, ബഹളുണ്ടാക്കല്ലേ. എല്ലാരും കേക്കട്ടെ. അല്ലാതെ ഈ പെട്ടി നോക്കി കഴിഞ്ഞോ? ആ പെട്ടി നോക്കിന്റെ ബാക്കിയാടാ. ഇനി ഞാൻ അറിയാതെ ഒന്നും കൂടെ തപ്പണ്ട, ഞാൻ കാണിച്ചുതരാം. ലോട്ടറി നിങ്ങൾ മുക്കിയതാ, അവളുടെ കൂടെ പുതിയ പൊറുതിക്ക്. നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല. ദാരിദ്ര്യകാലം മുഴുവൻ ഞാന് ദുഷ്ട സ്വത്ത് കിട്ടിയപ്പോ അവിടെ കൂടെ പൊറുതി. എന്റെ രത്നം, ആ ലോട്ടറി ഒന്ന് കിട്ടിക്കോട്ടെ. കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ കിറും 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 ബാഗും കാസറ്റും എല്ലാം തപ്പാ. அது எனக்கு வந்தது. அதான் தெரியுமே. எப்படி தெரியும்? தினம் உங்க ஃப்ரெண்ட்ஸ் தானே ஃபோன் பண்ணி எங்கயாவது கூப்பிடுறாங்க. இன்னைக்கு ஜோசப் பிரகாஷ் நீங்க எங்கேயும் வெளியே போக கூடாது, நான் பேசுறேன். ஹலோ ഹലോ ചീ വെയിടി ഫോണ കീഴே எவடியவா மரியாதை இல்லாம பேசுறவா? ஏன் பணம் எப்ப வேணாலும் வைப்பேன்டி. யாரு என்ன பாத்திரத்தை கீழே வெயிடி பார்த்து நிக்காம இங்க சொன்னேம்மா. நான் போன்ல நினைச்சு அவங்கள திட்டிட்டேன். சும்மா இருங்க. ஐம் சாரிங்க, நான் இங்க வேற பிரச்சனை. சொல்லுங்க. ഹണിമൂണിന് നമ്മൾ എവിടെയാ പോകുന്നത്? 4 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മധുരൈ, പഴനി. നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പഴനിയിലായത് നന്നായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ തല മൊട്ടയടിച്ച് കാവടി എടുത്തൊന്ന് തുള്ളുകയും ചെയ്യാലോ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ദേ, എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. Look at you. I make chapati, you make vegetable curry. 50-50. Nothing. Take some vendakas, cut small pieces. Take onion, cut small pieces. Put china chatti, put it in the adupu. Put some coconut oil, put some kadugumanis, little karvepulas, kadugavara. Take vegetables, put it in. Little chili powder, little bully powder, little curry masala powder, little upu. Close it. Curry ready. Go.